എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലിയർ യുവർ ഡൗട്ട്സ്, ഡു നോട്ട് കീപ് ദം. വളരെ സിമ്പിളായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അത് എത്രയും വേഗം ക്ലിയർ ആക്കണം, വ്യക്തമാക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ മിക്ക ആളുകളും കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് ധാരാളം കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുക. കുറച്ച് വർഷം അല്ലെങ്കിൽ കുറേ വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് പക്ഷികൾ എന്തുകൊണ്ട് പറക്കുന്നു, മൃഗങ്ങൾക്ക് എന്തുകൊണ്ട് നാല് കാലുണ്ട്, ഒരു ചെടിയുടെ ഇല എന്തുകൊണ്ട് പച്ച നിറത്തിലിരിക്കുന്നു, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. ആ സംശയങ്ങളൊക്കെ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാകാം, അതിനെന്തെങ്കിലും ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ എന്താണെങ്കിലും നമുക്ക് എല്ലാത്തിനെക്കുറിച്ച് അറിയണം എന്നുള്ളൊരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. നമ്മളിൽ എത്ര പേർക്ക് ആ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നത് പോലെ അതേ സംശയമല്ല, വ്യത്യസ്തമായിട്ടുള്ള വേറെ എന്തെങ്കിലും സംശയം നമുക്ക് മനസ്സിൽ തോന്നാറുണ്ടോ? ഇനി അഥവാ തോന്നിയാലും നമ്മളത് ആരോടെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. ആ കാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിൽ എന്ത് സംശയമുണ്ടെങ്കിലും അത് ആരോടെങ്കിലും ചോദിച്ച് അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സിൽ ധാരാളം സംശയങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ അത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ സംശയങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് ഒരു കാര്യവും തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും എത്രയും വേഗം ആ സംശയങ്ങളൊക്കെ നീക്കം ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സോടുകൂടി നമുക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്നും സംശയങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ഇറക്കിയാലേ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും സംശയം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വ്യക്തിയെക്കുറിച്ചായിരിക്കും സംശയം. ഇപ്പോൾ നമുക്ക് ചില ആളുകളുടെ സ്വഭാവത്തിൽ സംശയം ഉണ്ടാകാം. പക്ഷെ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ഏതെങ്കിലും രീതിയിൽ അവരോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇത് ചോദിച്ച് അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ആ പഴയ കാലത്തേക്ക് ചെറിയ രീതിയിലാണെങ്കിലും തിരിച്ചു പോകാം. സംശയങ്ങൾ എന്താ തന്നെയാണെങ്കിലും അത് ആരോടെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു കാര്യം തന്നെ ഒരുപാട് പേരോട് ചോദിച്ചാൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയേക്കാം. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കണം. എന്ത് തന്നെയാണെങ്കിലും എന്തുത്തരം കിട്ടിയാലും തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം. കാരണം ഈ ഒരു സംശയം നമുക്ക് മുന്നേ ചിലപ്പോൾ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. അവർക്ക് ഒരു പക്ഷേ അതിൻ്റെ ഉത്തരം അറിയാമായിരിക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ സാധ്യതയില്ല എന്നുള്ള ആ ഒരു മുൻവിധി കൊണ്ട് മാത്രമാണ് നമ്മളിത് ആരോടും ചോദിക്കാത്തത്. അപ്പോൾ ആ മുൻവിധികളെല്ലാം നമുക്ക് മാറ്റി നിർത്താം. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള സംശയം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനുള്ള ഉത്തരം കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ല, എന്നാലും അത് ആരോടെങ്കിലും ചോദിക്കുക. തീർച്ചയായിട്ടും മറ്റുള്ള ഒരു വ്യക്തിക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും മാറ്റി വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.